ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലേക്കും ചാരിമൂടി ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 3 പേരുടേതാണ്. 3-ൽ 2 പേർക്ക് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനും ഒരാൾക്ക് റൂട്ട് ടച്ച് വിത്ത് കെരാറ്റിനുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ആദ്യത്തെ ഹെയർ 6 മാസത്തിൽ കൂടുതലായി നമ്മുടെ അടുത്ത് വന്ന് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്തതാണ് കുട്ടി. അപ്പം ഹെയറൊക്കെ ഇപ്പം കിളിർത്ത് വന്നിട്ടുണ്ട്, ലെങ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ സ്കാൽപ്പിലൊക്കെ ഹെയർ കുറവായിരുന്ന ഹെയറൊക്കെ നല്ല ഭംഗിക്ക് തന്നെ കിളിർത്ത് നല്ലതായിട്ട് തന്നെ കിടക്കുക. ഹെയറിന് യാതൊരു കുഴപ്പവും വന്നിട്ടില്ല. അത് നമ്മളിത് രണ്ടും കൂടെ ചെയ്തതുകൊണ്ടാണ് ഹെയറിനൊരു കുഴപ്പവും വരാതെ നമ്മൾ ആ ചെയ്ത് വിട്ട ഹെയർ അതേ രീതിയിൽ തന്നെ ലെങ്ത് വെച്ചിട്ടുണ്ട്, പൊട്ടിപ്പോയിട്ടോ ഒന്നുമില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ അത് റൂട്ട് ടച്ച് ചെയ്തിട്ട് കെരാറ്റിനും ചെയ്തിട്ടുണ്ട്, പിന്നെ ആ ഹെയർ കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടിയുടെ ഫേസിന് ചേരുന്ന രീതിയിലാണ് വീണ്ടും നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഹെയർ നല്ല തിന്നായിട്ടുള്ള ഹെയറാണ്. അത് ഫേസിന് ചേരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് 6 മാസം കഴിഞ്ഞ് ഇനി റൂട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് കെരാറ്റിനും കൂടെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. മൂന്നാമത്തെ ഹെയർ നല്ല ഡ്രൈനെസ്സും ഫ്രിസി ആയിട്ടുള്ള ഹെയറാണ്. അപ്പോൾ നല്ല കേൾസുള്ള ഹെയർ, അതും ഫേസിന് ചേരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് ഇനി 6 മാസമൊക്കെ ആകുമ്പോൾ റൂട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് കെരാറ്റിനും ചെയ്താൽ ഏറ്റവും നല്ലതാണ്. നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ കെരാറ്റിൻ ചെയ്യണം. പിന്നെ നല്ല ഹെയറും നന്നായിട്ട് കെയർ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് കെരാറ്റിൻ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് റൂട്ട് ടച്ച് മാത്രം ചെയ്താലും മതി. അതുപോലെ ഹെയർ കളർ, ഹെയർ ഡൈ, ഹൈലൈറ്റ് ഇതൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർ കെരാറ്റിനും കൂടെ രണ്ടാമത് നമ്മൾ റൂട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് കെരാറ്റിനും കൂടെ ചെയ്യണം. നമ്മുടെ തലയിൽ നിന്ന് ഒരു 100 ഹെയർ കൊഴിഞ്ഞു കഴിഞ്ഞാൽ 100 ഹെയർ നമുക്ക് കിളുക്കും. അപ്പോൾ അതുകൊണ്ട് 100 ഹെയറൊക്കെ കൊഴിയുന്നുണ്ടെങ്കിൽ ആരും പേടിക്കേണ്ട, ഒരുപാട് പോകുന്നുണ്ടെന്ന്. അതുപോലെ 2-3 ദിവസം നമ്മൾ ഷാമ്പു വാഷ് ചെയ്യാതിരിക്കുകയെന്നിരിക്കട്ടെ. അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2-3 ദിവസം ഇരിക്കുമ്പോഴൊക്കെ ഷാമ്പു വാഷ് ചെയ്യുന്നെങ്കിൽ അന്നത്തെ ദിവസം നന്നായിട്ട് ഹെയർ കൊഴിയും. അന്നേരവും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ പറയുന്ന ഹെയർ പാക്ക്, വൈറ്റമിൻ ഇ ക്യാപ്സൂള്, എഗ് വൈറ്റ് ഒരെണ്ണം, പിന്നെ അലോവേര ജെല്ല്, അത് നമ്മുടെ ഹെയറിനനുസരിച്ച് 1 സ്പൂണോ 2 സ്പൂണോ ഒക്കെ എടുക്കാം. മേടിക്കുന്ന അലോവേര ജെല്ലായിരിക്കും, അപ്പോൾ കുറച്ചൊരു തിക്ക് പാക്കായിട്ടിരിക്കും നമ്മുടെ ഹെയറിൽ ഇടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് അരമണിക്കൂർ നേരം മാത്രം നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ച് വാഷ് ചെയ്യുക. പ്ലെയിൻ വാട്ടറില്ല, വാഷ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഷാമ്പു, കണ്ടീഷണർ, ഹെയർ സിറം അതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതെല്ലാം ഉപയോഗിക്കുക. അതുപോലെ തന്നെ നല്ല ഡ്രൈനെസ് ഉള്ള ഹെന്നയൊക്കെ ചെയ്യുന്ന ഹെയറാണ് നമ്മളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ സിറം നമ്മൾ മുന്നോട്ടിട്ട് ഹെയർ സിറം ഈ എൻഡ് ഭാഗത്ത് മാത്രം ഇങ്ങനെ നന്നായിട്ട് കൊടുക്കണം. കാരണം എൻഡിലാണ് നമ്മുടെ ഈ താഴോട്ട് വരുന്ന ഹെയർ എപ്പോഴും ഡ്രൈനെസ് വന്ന് പൊട്ടിപ്പോകുന്നത്. നമ്മുടെ സ്കാൽപ്പിനോട് ചേർന്നത് അത്രയ്ക്ക് ഇങ്ങോട്ട് പൊട്ടത്തില്ല ഹെയർ. അപ്പം താഴോട്ടുള്ളതിനായിരിക്കും കുഴപ്പം വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ഹെയർ കെട്ടി വെച്ചുകൊണ്ട് തന്നെ പോകണം. ഹെയർ അഴിച്ചിട്ടുകൊണ്ട് പോവുകയും ചെയ്യരുത്. അഴിച്ചിട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ നശിച്ചു പോകും. കാരണം പെട്ടെന്ന് പൊട്ടിപ്പോവുകയും പെട്ടെന്ന് ഇങ്ങനെ ഉടക്ക് പിടിക്കുകയൊക്കെ ചെയ്ത് നമ്മുടെ ഹെയർ പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ബൈക്കിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹെയർ ബാൻഡ് ഇട്ട് കെട്ടി ആ ഹെൽമെറ്റിനകത്ത് വെക്കാൻ പറ്റും. അങ്ങനെ വെച്ചിട്ടേ പോകാവൂ, അഴിച്ചിട്ടുണ്ട് പോകരുത്. അതുപോലെ നനഞ്ഞ ഹെയർ, രാവിലെ കുളിക്കുന്നവരാണെങ്കിൽ നനഞ്ഞ ഹെയർ അഴിച്ചിട്ടുകൊണ്ട് ബൈക്കിൽ പോകാതിരിക്കുക. അത് ചെയ്യുന്നവരാണെങ്കിലും ചെയ്യാത്തവരാണെങ്കിലും അങ്ങനെ ചെയ്യുക. നമ്മുടെ ഹെയർ പൊടിയൊക്കെ അടിച്ച് ചൂടും ഒക്കെ ആയിക്കഴിഞ്ഞ് പൊടി അടിച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ഹെയർ മോശമായിപ്പോവും. അത് നമ്മൾ ഈ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനോ എന്തോ ചെയ്യുന്നവരാണെങ്കിലും ചെയ്യാത്തവരാണെങ്കിലും ഇത് ശ്രദ്ധിക്കണം. എന്നാൽ നമുക്ക് 3 പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നത് കാണാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹെയർ. ഇതിപ്പോൾ നമ്മുടെ അടുത്ത് 6 മാസം മുൻപ് വന്നിട്ട് ചെയ്തതാണ്. അന്ന് തീരെ തിന്നായിട്ടുള്ള ഹെയർ ആയിരുന്നു, ഷോർട്ടും ആയിരുന്നു ഹെയർ. അപ്പോൾ ഹെയറിന് ലെങ്ത് വെച്ചിട്ടുണ്ട്. ഹെയറിന് അപ്പോൾ നമ്മൾ ചെയ്ത് ഇട്ടിട്ടുള്ള ഹെയർ അതേപോലെ തന്നെയാണ് കിടക്കുന്നത്. ആ എൻഡിനൊക്കെ ആ കേൾസ് അതേപോലെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പം എല്ലാം കെരാറ്റിനും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ളൊരു ഹെയറായിട്ട് കിട്ടിയത് നമുക്ക്. അപ്പോൾ ഇത് നേരത്തെ ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ ആ ഹെയർ കിടന്ന് ഇപ്പോൾ നമ്മൾ കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഹെയറിന്. അപ്പം മുകളിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളതും ഒരുപാട് കേൾസ് ഇല്ലാതെ ഹെയർ വന്നത്. അപ്പോൾ ഇനി ഇത് 6 മാസമൊക്കെ ആകുമ്പം കെരാറ്റിൻ, റൂട്ട് ടച്ച് വിത്ത് കെരാറ്റിൻ വീണ്ടും ചെയ്യാം. അപ്പം ഇത് 6 മാസം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പം നല്ല വോളിയം തോന്നിക്കും. ഓരോ വാഷ് കഴിയും തോറും പിന്നെ നമുക്ക് ഹെയറിന് വോളിയം തോന്നിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് ഞാൻ പറയുന്ന ഹെയർ പാക്ക് ഇടുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അത് ആഴ്ചയിലൊരു ദിവസം വീതം അതിടാം, അല്ലെങ്കിൽ 2 ആഴ്ച ഇരിക്കുമ്പോഴിടാം. രണ്ടാമത്തെ ഹെയർ നല്ല തിന്നായിട്ടുള്ള ഹെയറാണ്.
കേൾസ് ഉണ്ട് ഹെയറിന്. അപ്പോൾ ഒരുപാട് ലെങ്ത് കുറച്ചിട്ടില്ല, കുറച്ചേ കട്ട് ചെയ്തിട്ടുള്ള കാരണം ലെങ്ത് കുറവായിട്ടുള്ള ഹെയർ ആയതുകൊണ്ട്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ളൊരു ഹെയറായിട്ട് കിട്ടി. കാരണം ഇത് നല്ല വേവി ഇട്ടിട്ടില്ല, ഒരു ചെറിയ വേവി ഇട്ടിട്ടുള്ളൂ, കാരണം തിന്നായിട്ടുള്ള ഹെയറാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഓരോ ആഴ്ച കഴിയുന്തോറും ഇതിന് വോളിയം കൂടുതൽ തോന്നുകയും ചെയ്യും. പിന്നെ എൻഡിന് കുറച്ചൊരു കേൾസും കൂടെ വരികയും ചെയ്യും. രാത്രി കെട്ടി വെച്ചുകൊണ്ട് കിടക്കണം. ഇത് മാസത്തിലൊരു പ്രോട്ടീൻ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇത് മൂന്നാമത്തെ ഹെയർ. നല്ല കേൾസുള്ള ഹെയറാണ്, ഡ്രൈനെസ്സും ഉണ്ട് ഹെയറിന്, ഫ്രിസിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് ലെങ്ത് കുറച്ചിട്ടില്ല, ഫേസിന് ചേരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഹെയറായിട്ട് കിട്ടി. ഇതിനി 6 മാസമൊക്കെ ആകുമ്പോൾ റൂട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് കെരാറ്റിനോട് ചെയ്യുന്നത് നല്ലതാണ്. എല്ലാം മാസം ഓരോ പ്രോട്ടീൻ ചെയ്യണം, അല്ലെങ്കിൽ ലിക്വിഡ് പ്രോട്ടീൻ ചെയ്യണം. കാരണം ഡ്രൈനെസ് കൂടുതലുള്ള ഹെയർ ആയതുകൊണ്ട് അല്ലേ അത് ചെയ്യണ്ട. അപ്പം നല്ല ഹെയർ ആണെന്നുണ്ടെങ്കിൽ പ്രോട്ടീനോ ഒന്നും ചെയ്യേണ്ട കാര്യം വരുന്നില്ല. പിന്നെ ഹെയറിന് ലെങ്ത് വെക്കാൻ വേണ്ടിയിട്ടും ഇപ്പോൾ ചെറിയ കൊഴിഞ്ഞു പോയിട്ടുള്ള ഹെയറൊക്കെ പെട്ടെന്ന് കിളിർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോട്ടീൻ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഹെയർ കളറോ അതുപോലെ ഹൈലൈറ്റോ ഒക്കെ ചെയ്യുന്ന ഹെയർ ആണെങ്കിൽ ലിക്വിഡ് പ്രോട്ടീൻ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞായറും തിങ്കളും ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ് ചാരുമൂട്. ചാരുമുട്ടിലാണ് ഞാൻ ചൊവ്വ മുതൽ ശനി വരെ. ഞായറും തിങ്കളും ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലും സ്കിന്നിൻ്റെ ഹെയറിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.